السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله قال الله عز وجل. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദ് അവർകൾ, അതേപോലെ മറ്റു പണ്ഡിതന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ പെങ്ങന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ സൽക്കർമ്മമാക്കി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ നാളെ ജന്നാത്തുൻ നഈമായ സ്വർഗീയ ലോകത്ത് നമ്മേവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഖാദിയായിരുന്ന എന്ന് മാത്രമല്ല നമുക്കൊക്കെയും അറിയാവുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തങ്ങളുടെ പ്രിയ പുത്രൻ ഖുറത്തു സാദാത്ത് തങ്ങളവറുകളുടെ അനുസ്മരണ വേദിയിലാണ്. ഈ ഒരു സന്ദർഭത്തിൽ നീട്ടിയൊന്നും സംസാരിക്കാതെ അല്പം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് എൻ്റെ കർത്തവ്യം ഉദ്ഘാടനത്തിലേക്ക് ഞാൻ കടക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കൊക്കെയും ഈ ഒരു വർഷം നമ്മളിലേക്ക് ആഗതമായപ്പോൾ തന്നെ, അതായത് മുഹറം 1 ആയപ്പോൾ തന്നെ നമ്മളിലേക്ക് വന്ന വലിയൊരു ദുഃഖവാർത്തയായിരുന്നു ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് തങ്ങളവറുകളുടെ വിയോഗം. മൗത്തുൽ ആലമി, മൗത്തുൽ ആലം എന്ന് പറയുന്നത് പോലെ ഒരു പണ്ഡിതന്റെ വിയോഗം അത് ലോകത്തിന്റെ മരണമാണ് എന്ന് നമ്മെ പഠിപ്പിച്ചതുപോലെ നമുക്ക് വളരെ ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു അത് എന്നുള്ളതിൽ സംശയമില്ല. നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തിൽ ഖുറത്തു സാദാത്ത് തങ്ങളവറുകളുടെ അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഓരോരുത്തർക്കും ഓരോരോ രീതിയിലും ഖുറത്തു സാദാത്ത് തങ്ങളവറുകളെ സമീപിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവും ഇല്ല. ഏതൊരു പ്രശ്നത്തിനും പരിഹാരമായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. ഏതൊരു സദസ്സിലും തങ്ങളവറുകൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആഇന്റെ ഇടയിൽ ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് തരാറുണ്ടായിരുന്നു. ഈ അടുത്തായി തന്നെയാണ് നമ്മുടെ ഈ തുർക്കളിക എന്ന് പറയുന്ന മഹല്ലിൽ അൽഹംദുലില്ലാ തങ്ങളവറുകൾ ദർസ് തുടങ്ങി തന്നു. ആ ദർസ് തുടങ്ങി തന്നപ്പോഴും ആ ഒരു സദസ്സിൽ വെച്ച് ദുആ ചെയ്യുമ്പോഴും ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് തരികയുണ്ടായി. പലയിടങ്ങളിലും ഒരുപാട് നേരം നീണ്ട ഉപദേശങ്ങൾ തരുമ്പോൾ അധിക സന്ദർഭങ്ങളിലും തങ്ങളവറുകൾ ഓർമ്മപ്പെടുത്തിയിരുന്നത് ആഖിറത്തിനെ കുറിച്ചായിരുന്നു. ആഖിറത്തിന്റെ വിജയവും അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് നമുക്കെങ്ങനെ ഉത്തരം നൽകാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും തങ്ങൾ ഇട്ടു തരാറുണ്ടായിരുന്നു. തങ്ങളവറുകൾ അവിടെ നിന്ന് ഉപദേശിക്കുമ്പോഴൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു ആയത്ത്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, ഖുർആനിൽ അവസാനം ഇറങ്ങിയ ആയത്ത് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിക്കണം. ആ ഒരു ദിവസം, ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദിവസമാണ് ആ ദിവസം. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നമ്മെ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേ ഓർമ്മപ്പെടുത്തലുകൾ ഖുറത്തു സാദാത്ത് തങ്ങളവറുകളുടെ ഓരോ പ്രാർത്ഥനകൾക്കിടയിലുണ്ടായിരുന്ന ഉപദേശത്തിൽ ഉണ്ടായിരുന്നു.
അതേപോലെ തന്നെ നമുക്കൊക്കെ മനഃപ്പാഠമായിരിക്കുന്ന തകാസുർ സൂറത്ത്, അൽഹാകുമുത് തകാസുർ എന്ന് തുടങ്ങുന്ന ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്, ദുനിയാവിൽ നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ മുതലുകളും നിങ്ങളുടെ സമ്പത്തും കൊണ്ട് നിങ്ങൾ തിരക്കിലായി പോയിട്ടുണ്ട് എങ്കിൽ അത് ഖബറിലേക്ക് എത്തുന്നത് വരെ മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ആയത്തിന്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ ആയത്തിൽ നമ്മെ സൂചിപ്പിക്കുന്നത് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്നാണ്. അതായത് ദുനിയാവിൽ അല്ലാഹു തആല തന്ന ഓരോ സുഖങ്ങളെ കുറിച്ചും നാളെ അല്ലാഹു തആല നിങ്ങളോട് ചോദിക്കും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിൽ അവസാനത്തിൽ നടത്തുന്നുണ്ട്. അതേ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് എല്ലാവർക്കും ആ ഖുറത്തു സാദാത്ത് തങ്ങളവറുകളുടെ പ്രാർത്ഥനകളിൽ നിന്ന് ലഭിക്കുമായിരുന്നു. ഖുറത്തു സാദാത്ത് തങ്ങളവറുകൾ ഒരിക്കൽ പറഞ്ഞു, പറയുന്ന തങ്ങളും കേൾക്കുന്ന നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാളെ ആഖിറത്തിൽ നമുക്ക് വിജയിക്കണം എന്നുള്ളതാണ്. ദുനിയാവിൽ എത്ര വലിയ ആളായാലും, എത്ര വലിയ മുദരിസായാലും, ഖത്തീബായാലും, ഇനി ഉസ്താദായാലും, ഇനി മറ്റുള്ള പഠിക്കാത്ത ആളുകളായാലും, ആരായാലും എല്ലാവർക്കും അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ മറുപടി പറയാനുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എല്ലാ സമയത്തും തങ്ങൾ നടത്താറുണ്ടായിരുന്നു. ഈ തങ്ങളവറുകളുടെ ഉപദേശങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നതായിരിക്കണം ഈ ഒരു അനുസ്മരണ വേദിയിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകേണ്ടത്. ബഹുമാനപ്പെട്ട സാദാത്ത് തങ്ങളവറുകൾ ഇൻഷാ അല്ലാഹ് പ്രസംഗിക്കാനുണ്ട്. അതേപോലെ തന്നെ ഖത്തീബ് ഉസ്താദ് അവറുകളും ഖുറത്തു സാദാത്ത് തങ്ങളെ കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരും. അതേപോലെ ഖുറത്തു സാദാത്ത് തങ്ങളവറുകളുടെ പൊന്നോമന പുത്രൻ തങ്ങളവറുകൾ വരാനും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വിഷയങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മനസ്സിൽ ചിന്തിക്കേണ്ടത്, നമുക്ക് നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന ആ ഒരു പാഠം, ഖുറത്തു സാദാത്ത് തങ്ങളവറുകൾ നമുക്ക് ഉപദേശിച്ചു തന്ന ഒരുപാട് ഉപദേശങ്ങൾ, അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാൻ പാടില്ല. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഖാദിയായിരുന്ന തങ്ങളവറുകൾ, ആ തങ്ങളവറുകൾ നമുക്ക് പല കാര്യങ്ങളും മാതൃകയിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനെ ഒരിക്കലും നാട്ടുകാരായ നമ്മൾ മറന്നു പോകരുത്. തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട് എങ്കിലും തങ്ങളുടെ ആത്മാവ് നമ്മളുടെ കൂടെയുണ്ട്, തങ്ങളുടെ നിയന്ത്രണം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനിക്ക് തൃപ്തിയുള്ള ജീവിതത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ നേതൃത്വം പഠിപ്പിച്ച രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുറത്തു സാദാത്ത് തങ്ങളവറുകളുടെ മദദും തിരുനോട്ടവും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമുക്ക് നാഫിആയ ഇൽമ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളുടെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഹൃദയവും നമ്മുടെ മറ്റുള്ള എല്ലാ ശരീരങ്ങളും എല്ലാം അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നന്നാക്കി തരുമാറാകട്ടെ. നല്ലത് മാത്രം ചിന്തിക്കാനും നല്ലത് മാത്രം പ്രവർത്തിക്കാനുള്ള മനസ്സ് അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന എന്ന ഖുർആൻ സൂക്തം കൊണ്ട് ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.